Good morning, students. അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the real root of x cube plus x minus 1 equals 0 lying between 0 and 1 by Newton-Raphson method. Correct to 3 decimal places. അപ്പോൾ Newton-Raphson method ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്ക് x cube plus x minus 1 equals 0 എന്ന പോളിനോമിയൽ ഇക്വേഷന്റെ റിയൽ റൂട്ട് കണ്ടുപിടിക്കണം. അതെവിടെയാണ് കിടക്കുന്നത്? In between 0 and 1. 0 and 1 ഇടയിൽ കിടക്കുന്ന റിയൽ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ്. ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ ഫോർമുല എഴുതി വയ്ക്കാം. xn plus 1 is equal to xn minus f of xn divided by f dash xn. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല നമ്മൾ ഓർത്തിരിക്കുക. ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്താണ്? xn plus 1 is equal to xn minus f of xn by f dash xn. നമ്മുടെ ക്വസ്റ്റ്യനിലെ f of x എന്താ തന്നിരിക്കുന്നത്? f of x equal to x cube plus x minus 1. അപ്പോൾ f of xn എന്തായിരിക്കും? x ന്റെ സ്ഥാനത്ത് xn കൊടുക്കുക. അപ്പോൾ xn cube plus xn minus 1. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. f dash xn എന്താണ്? 3xn square plus 1 f dash xn. ഇനി നമ്മുടെ ഫോർമുലയിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ xn plus 1 is equal to xn minus f of xn എന്ന് പറഞ്ഞാൽ എന്താണ്? xn cube plus xn minus 1 divided by f dash xn എന്താണ്? 3xn square plus 1. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3xn cube plus xn minus xn cube minus xn plus 1 divided by 3xn square plus 1. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 2xn cube x and x വെട്ടിപ്പോവും plus 1 divided by 3xn square plus 1. അപ്പോൾ xn plus 1 നമ്മൾ ആദ്യം ഇതുപോലെ കണ്ടുപിടിക്കും. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പുതിയൊരു xn plus 1 കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ച xn plus 1 എന്താണ്? 2xn cube plus 1 by 3xn square plus 1. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിലെ xn plus 1 is equal to 2xn cube plus 1 divided by 3xn square plus 1 ആണ് നമ്മുടെ x. അപ്പോൾ ഏതൊരു ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിന്റെ പ്രോബ്ലം ചോദിച്ചാലും നമ്മുടെ മെയിൻ ഫോർമുല xn plus 1 equal xn minus f of xn by f dash xn ആണ്. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് f of x നും f dash x നും കണ്ടുപിടിച്ച് അതിന് സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താണ്? xn plus 1 equal to 2xn cube plus 1 by 3xn square plus 1. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ റൂട്ട് ലൈൻസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ്. അപ്പൊ ഇവിടെ ടേക്ക് x0 എന്ന് പറയുന്നത് നമ്മുടെ 0 ആയിട്ട് എടുക്കാം. Take x0 is equal to 0. Take x0 is equal to 0. ഇനി n equal to 0 കൊടുക്കാം. n equal to 0 ഈ ഫോർമുല n equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് x1 കണ്ടോ? n equal to 0 കൊടുക്കുമ്പോൾ x1 is equal to 2x0 cube plus 1 divided by 3x0 square plus 1. x0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 plus 1 by 0 plus 1, therefore answer 1. അപ്പോൾ നമുക്ക് x1 ന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. x1 ന്റെ വാല്യൂ എത്രയാണ്? 1. ഇനി അടുത്ത നമുക്ക് x2 കണ്ടുപിടിക്കണം. അതിന് n is equal to 1 കൊടുക്കുക. n is equal to 1 കൊടുക്കുമ്പോൾ x2 is equal to ഈ ഫോർമുലയല്ലേ xn plus 1 എന്ന ഫോർമുലയല്ലേ n is equal to 1 കൊടുക്കുമ്പോൾ x2 വരും. ഇവിടെ 2x1 cube plus 1 divided by 3x1 square plus 1. ഇവിടെ x1 നമ്മൾ തൊട്ട് മുമ്പ് കിട്ടിയ x1 ആണ്. അപ്പോൾ 2 into 1 plus 1 divided by 3 into 1 plus 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 divided by 4. That is 0.75. അപ്പോൾ നമുക്ക് x2 ന്റെ വാല്യൂ നമുക്ക് കിട്ടി 0.75. അടുത്ത നമുക്ക് x3 കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാൻ വളരെ എളുപ്പമുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് x3 കണ്ടുപിടിക്കാം. അത് n is equal to 3 കൊടുക്കാം. n is equal to 3 കൊടുക്കുമ്പോൾ n is equal to 2 കൊടുക്കാം. n is equal to 2 കൊടുക്കുമ്പോൾ x3 is equal to ഈ ഫോർമുലയിൽ n is equal to 2 കൊടുക്കുമ്പോൾ x3 is equal to 2x2 cube plus 1 divided by 3x2 square plus 1. അപ്പോൾ ഇവിടെ x2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0.75. അപ്പോൾ 2 into 0.75 the whole cube plus 1 divided by
3 into 0.75 the whole square plus 1. അപ്പോൾ x2 ന്റെ സ്ഥാനത്ത് 0.75 നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ 2 into 0.75 the whole cube plus 1, 3 into 0.75 the whole square plus 1. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0.6860. 0.6860. ഇനി അടുത്ത വാല്യൂ നമുക്ക് x4 കണ്ടുപിടിക്കണം. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് x4. x4 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ n = 3 കൊടുക്കാം. n = 3 കൊടുക്കുമ്പോൾ x4 is equal to 2x3 cube plus 1 divided by 3x2 square 3x3 square plus 1. അതായത് 2 into ഈ x3 യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 0.6860 whole cube plus 1 divided by 3 into 0.6860 the whole square plus 1. നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.680 whole cube plus 1 by 3 into 0.680 whole square plus 1. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.6823. 0.6823. അപ്പോൾ n = 3 ആകുമ്പോൾ x4 കിട്ടി. അടുത്ത നമുക്ക് x5 കണ്ടുപിടിക്കണം. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് x5. അതിന് നമ്മൾ n = എത്ര കൊടുക്കണം? n = 4 കൊടുക്കാം. n = 4 കൊടുക്കുമ്പോൾ x5 is equal to 2x4 whole cube plus 1 divided by 3x4 whole square plus 1. x4 എന്ന് പറയുന്നത് എത്രയാണ്? 2 into 0.6823 the whole cube plus 1. തൊട്ടുമുമ്പ് കിട്ടിയ വാല്യൂ divided by 3 into 0.6823 the whole square plus 1. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ x5 ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.6823 ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂ കോയിൻസൈഡ് ചെയ്ത് വന്നു. ഇവിടെ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയത് 0.6823 ആണ്, ഇവിടെ 0.6823 ആണ്. 3 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Therefore root is equal to നമുക്ക് എന്ത് എഴുതാം? 0.68. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? ഫൈനൽ ആൻസർ വിൽ ബി 0.68. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് xn + 1 കാണാനുള്ള ഫോർമുല xn - f(x(n)(f'(n) ആണ്. പക്ഷെ ഓരോ പ്രോബ്ലത്തിനും ബേസ് ചെയ്ത് നമ്മൾ പുതിയൊരു റെഡിമെയ്ഡ് ഫോർമുല കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന f(x) എന്താണെന്ന് നോക്കാം. അതിൽ x ന് പകരം xn കൊടുക്കാം, f(x)n കിട്ടും. അതിനുശേഷം അതിന് ഡെറിവേറ്റീവ് എടുക്കുക, f'(x)n കിട്ടും. f(x)n)(f'(xn) xn - f(x)n)(f'(xn) സിംപ്ലിഫൈ ചെയ്തിരുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് കിട്ടും. ഇങ്ങനെ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ആൻസർ കിട്ടിക്കോളും. ആദ്യം n = 0 കൊടുത്തു, n = 1 കൊടുത്തു. n = 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? n = 0 കൊടുക്കുമ്പോൾ x1 കിട്ടും. n = 1 കൊടുക്കുമ്പോൾ x1 കിട്ടും. n = 1 കൊടുക്കുമ്പോൾ x2 കിട്ടും. n = 2 കൊടുക്കുമ്പോൾ x3 കിട്ടും. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെക്കണം. ഏതൊരു പ്രോബ്ലം ആണ് ചോദിച്ചിരുന്ന ആ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f(x)n കണ്ടുപിടിക്കുക, അതിന്റെ f'(x)n കണ്ടുപിടിക്കുക. നമ്മുടെ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൽ കൊടുത്ത് ആ ഫോർമുല ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു പുതിയൊരു ഫോർമുല ഡെവലപ്പ് ചെയ്ത് വെക്കാം. ആ ഫോർമുലയിൽ n = 0, n = 1, n = 2, n = 3 ഇങ്ങനെ കൊടുത്ത് പോരുക. അപ്പൊ ആദ്യം x0 എന്നുള്ള ഇവിടെ നമ്മൾ 0 ആയിട്ട് എടുത്തു. പിന്നെ നമുക്ക് കിട്ടുന്ന x1 ആണ് രണ്ടാമത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്ത് പോരുമ്പോൾ ഒരു 3-4 ഹൈഡ്രേഷൻ ടൈം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം വാല്യൂസ് കോയിൻസൈഡ് ചെയ്ത് വരും. ഇവിടെ നമുക്ക് x5 ന്റെ വാല്യൂ നമുക്ക് 0.6823 കിട്ടിയ, x4 ന്റെ വാല്യൂ നമുക്ക് 0.6823 കിട്ടിയ. 3 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Therefore ഇതിന്റെ ആൻസർ എന്താണ്? 0.68. ഓക്കെ.